ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചന സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 5. മമ്മ. പാർവതിയുടെ വലിയ വായിലുള്ള നിലവിളി ശബ്ദം കേട്ടാണ് ലക്ഷ്മിയും വിമലയും ഭദ്രൻ്റെ മുറിയിലേക്ക് ഓടിക്കയറി ചെന്നത്. പാറു. ചുവരിനോട് ചേർന്ന് വെറും തറയിൽ മുഖം പൂഴ്ത്തി കിടക്കുന്നവളെ കണ്ടവർ പരിഭ്രമത്തോടെ ഭദ്രനെ ഉറ്റുനോക്കി. തറയിൽ പൊട്ടിച്ചിതറി കിടക്കുന്ന നന്ദനയുടെ ചിത്രവും അതിനരികിൽ തന്നെ വലിഞ്ഞ മുറുകിയ മുഖവുമായി നിൽക്കുന്ന സ്വന്തം മകനെ കണ്ടപ്പോൾ തന്നെ ലക്ഷ്മിക്ക് ഏകദേശം കാര്യങ്ങളുടെ കിടപ്പും മനസ്സിലായിരുന്നു. ഭാര്യ മരിച്ചതിൽ പിന്നെ ആ മുറിയിലേക്ക് തൻ്റെ മകൻ ആരെയും കയറ്റുകയില്ലായിരുന്നുവെന്ന് അവരൊട്ടൊരു വേദനയോടെ അപ്പോൾ ഓർത്തു. അവിടെയുള്ള ഓരോ സാധനങ്ങളും അതീവ ശ്രദ്ധയോടെയാണ് ഭദ്രൻ സൂക്ഷിച്ചിരുന്നത്. പ്രത്യേകിച്ചും നന്ദനയുടെ ഫ്രെയിം ചെയ്ത ഫോട്ടോയോടുള്ള അവൻ്റെ മനോവികാരം അത്രമേൽ വളരെ വലുതാണ്. അതിലൊരു പൊടി പോലും പറ്റിയിരിക്കാൻ അവൻ സമ്മതിക്കുകയില്ല. അതാണിപ്പോൾ തറയിൽ വീണ് പൊട്ടിച്ചിതറിക്കിടക്കുന്നത്. ഭദ്ര. ശാസനയോടെ മകന് നേർക്കൊരു നോട്ടം എറിഞ്ഞുകൊണ്ട് ലക്ഷ്മി വേഗം തന്നെ പാറുവിനരിയിലേക്ക് ചെന്നിരുന്നു അവളെ താങ്ങി എഴുന്നേൽപ്പിച്ച് നിർത്തി. വിമല മാത്രം ആ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നിടത്ത് തന്നെ തറഞ്ഞു നിന്നുപോയി. അവരുടെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. അയ്യോ മോളെ. അവർക്ക് ആ പാവത്തിൻ്റെ അവസ്ഥ കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ശരീരം തളർന്ന് നിൽക്കാൻ പോലുമുള്ള ശേഷിയില്ലായിരുന്നു പാറുവിന്. മുഖം കഴുത്തിൽ നിന്ന് ഒടിഞ്ഞ് താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത് പോലെയായിരുന്നു പാറുവിൻ്റെ നിൽപ്പ് തന്നെ. ലക്ഷ്മിയുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ചാലുകൾ അവരുടെ കവിൾത്തടങ്ങളെ നനയിച്ചുകൊണ്ടിരുന്നു. പാറു, എന്താടി, എന്താ ഉണ്ടായേ? പാർവതിയുടെ അവസ്ഥ കണ്ട് മനം നൊന്ത് അത്രയും നേരം ശ്വാസം അടക്കി പിടിച്ചു നിന്ന വിമല ശരവേഗത്തിൽ ഓടിപ്പോയി അവളെ ചേർത്ത് പിടിച്ചു. അയ്യോ, കുഞ്ഞിൻ്റെ മുഖം, നീ എന്താടാ ചെയ്തത് ഇവളെ? ലക്ഷ്മിയമ്മ അവളുടെ മുഖം പിടിച്ചുയർത്തിയിട്ട് പൊടുന്നനെ വലിയ വായിൽ കരയുവാനായി തുടങ്ങി. അപ്പോഴാണ് ഭദ്രൻ്റെയും വിമലയുടെയും കണ്ണുകൾ ഒരുപോലെ പാർവതിയിലേക്ക് നോട്ടം നീണ്ടിയത്. ചുവന്നു നിറർത്ത വിരൽപ്പാടുകൾ അവളുടെ വെളുത്ത കവിളിൽ തെളിഞ്ഞു കിടന്നു. ഇടതുവശത്തെ ചുണ്ടിൻ്റെ അരികിൽ നിന്നും രക്തത്തുള്ളികൾ താഴേക്ക് ഇറ്റ് വീഴുന്നുണ്ടായിരുന്നു. കണ്ണുകൾ പോലും തുറക്കാനാവാത്ത അവസ്ഥയിലായിരുന്നു പാർവതി അപ്പോൾ. നിലത്തുറയ്ക്കാത്ത കാലുകൾ ഒരു വേള അവളുടെ ബോധം പോയോ എന്നൊരു സംശയം അവരിൽ ഉളവാക്കി. നീ എന്താടാ ചെയ്തത് ഈ കുഞ്ഞിനെ? ലക്ഷ്മി അലറിക്കൊണ്ട് ചോദിച്ചു. ഭദ്രൻ്റെ മുഖത്തെ ദേഷ്യം മാറി അവിടൊട്ടൊരു പരിഭ്രാന്തി പടരുവാൻ അധിക സമയം വേണ്ടി വന്നില്ല. താൻ അത്രമേൽ പവിത്രമായി സൂക്ഷിക്കുന്ന തൻ്റെ പ്രാണൻ്റെ ഫോട്ടോ തകർന്നു തരിപ്പണമായതുകൊണ്ട് ആ നേരത്തെ ദേഷ്യത്തിൽ പോയതാണ് അവളെയെന്ന് അവനപ്പോൾ ഓർത്തു. അതുമാത്രമല്ല, ഒരിക്കൽ പോലും ഒച്ച ഉയർത്തി ആരോടും സംസാരിക്കാത്ത അമ്മയുടെ ഭാവം കണ്ട് ഭദ്രൻ ഒരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി. പറയടാ, ഇങ്ങനെ ചെയ്യാൻ ഈ കുഞ്ഞെന്ത് തെറ്റാടാ നിന്നോട് ചെയ്തത്, കണ്ണിച്ചോരയില്ലാത്തവനെ? അവർ പാറുവിനെ ഒന്നും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മകന് നേരെ അലറി. വിമല മാത്രം സ്വന്തം മകളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വിതുമ്പിക്കൊണ്ട് നിന്നതേയുള്ളൂ. മോളെ പാറു, കണ്ണു തുറക്കു കുഞ്ഞെ. അവളെ പതിയെ ഭദ്രൻ്റെ കട്ടിലിലേക്ക് കൊണ്ടു ചെന്നിരുത്തിയതിന് ശേഷം ലക്ഷ്മി അവളെ പതിയെ തട്ടി വിളിച്ചു. അയ്യോ, കുഞ്ഞു കണ്ണു തുറക്കുന്നില്ലല്ലോ. അവൾക്കടുത്തായിരുന്ന വിമലയുടെ തോളിലേക്ക് കഴുത്തൊടിഞ്ഞവളെ പോലെ കിടക്കുന്നവളെ കണ്ട് അവർ പേടിയോടെ ഭദ്രനെ നോക്കി നിലവിളിച്ചു. ഞാനിത്തിരി വെള്ളം എടുത്തോണ്ട് വരാം. വിമലെ, കൊച്ചിനെ നോക്കിക്കോണേടി. അവളെ ദയനീയമായി നോക്കിക്കൊണ്ട് അവർ വേഗം തന്നെ മുറിവിട്ടിറങ്ങിപ്പോയി. ഭദ്രൻ പതിയെ അവൾക്കരികിലേക്ക് ചെന്ന് നിന്നു. കരഞ്ഞുകൊണ്ട് സ്വന്തം മകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന വിമലയുടെ മുഖത്തേക്ക് നോക്കുവാൻ അവൻ ഇത്തിരി വല്ലായ്മ തോന്നി. അവൻ ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് തൊടുവാനായി കൈ നോട്ടിക്കൊണ്ട് ചെന്നതും ലക്ഷ്മി അങ്ങോട്ടേക്ക് ഒരു മൊന്ത നിറച്ചും വെള്ളവും ഒരു ഡവറയിൽ ഐസ് ക്യൂബുമായി മുറിയിലേക്ക് കയറി വന്നതും ഒരുമിച്ചായിരുന്നു. നീട്ടിയ പോലെ തന്നെ ഭദ്രൻ കൈ പിന്നിലേക്ക് വലിച്ചു. മോളെ, എണീക്കടി. വളരെയധികം സങ്കടത്തോടെ അവർ കുറച്ചു വെള്ളം കൈക്കുമ്പിളിലേക്കെടുത്ത് പാറുവിൻ്റെ മുഖത്തേക്ക് ഇത്തിരി ശക്തിയോടെ തന്നെ തെളിച്ചു. അവൾ വിമലയുടെ തോളിൽ കിടന്നുകൊണ്ട് തന്നെ
പതിയെ കണ്ണുകൾ തുറക്കുവാനായി ഒരു ശ്രമം നടത്തി. പാറു, കുഞ്ഞെ, കണ്ണു തുറന്നേ. ലക്ഷ്മി അവളുടെ മുഖത്തേക്ക് വീണ്ടും വെള്ളം കുടഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും പാർവതിയുടെ കണ്ണുകൾ പതിയെ പതിയെ തുറന്നു വന്നെന്ന് കണ്ടതും ആ 3 ജോഡി കണ്ണുകളിലും ആശ്വാസത്തിന്റെ തിരി തെളിഞ്ഞു. വിമലയുടെ തോളിൽ നിന്നും അവൾ മെല്ലെ തലയെടുത്തു മാറ്റി. വല്ലാത്ത വേദന തോന്നി പെണ്ണിന്. തല ആരോ വേദനിക്കുന്നോ പാറു? വലം കൈ നെറ്റിയിൽ അമർത്തി പിടിക്കുന്നവളുടെ ചുണ്ടിന്റെ കോണിൽ നിന്നും അപ്പോഴും താഴേക്കൊഴുകുന്ന ചോരച്ചാലിൽ നീരദിന്റെ തുമ്പൊന്ന് അമർത്തി പിടിച്ചുകൊണ്ട് അവര് പതിയെ ചോദിച്ചു. അവള് കണ്ണുകൾ തുറന്ന് മുൻപിൽ നിൽക്കുന്ന ലക്ഷ്മിയെ നോക്കി. ഐസ് വെച്ചാലേ രക്തം വരുന്നത് നിന്നോളും. സെറ്റിന്റെ കോന്തലയിൽ തന്നെ ഐസ് ക്യൂബ് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പൊട്ടിയ ചുണ്ടുകൾക്ക് മുകളിലേക്ക് വെച്ചവർ ശേഷം ചുവന്നു വിങ്ങി നീര് വെച്ച് കിടക്കുന്ന കവളിലേക്കും അമർത്തി വെച്ചു കൊടുത്തു. പെണ്ണൊന്ന് എരിവ് വലിച്ചു. വേദന സഹിക്കാനാവാതെ ലക്ഷ്മി പതിയെ പതിയെ ഐസ് വെച്ചു കൊടുത്തുകൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ചോര വരുന്നത് നിന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും അവളുടെ തലവേദന ഒട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല. പാറു, എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നേ? അവളൊന്ന് ഓക്കെ ആയെന്ന് ചോദ്യത്തും വിമല ചോദിച്ചു. അതിനെന്തുത്തരം പറയണമെന്നറിയാതെ പാറു കണ്ണും വീഴ്ച്ചു. തന്നെ ആരോ ഈ മുറിയിൽ നിന്നും വിളിച്ചത് കൊണ്ടല്ലേ താൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? ഇവിടെ ചെമ്പകപ്പൂക്കളുടെ തീക്ഷ്ണമായ ഗന്ധമില്ലായിരുന്നുവോ? താനൊന്ന് തൊട്ടുപോലുമില്ല. അതിനു മുന്നേ തന്നെ ആ ഫോട്ടോ ആരോ വലിച്ചെറിഞ്ഞ പോലെ തറയിൽ വീണുടഞ്ഞില്ലേ? എല്ലാം കൂടി ആലോചിച്ചപ്പോൾ അവൾക്ക് തല വീണ്ടും വിണ്ടു കീറുന്ന വേദന തോന്നി. എന്തിനാ മോളെ നീ ഇങ്ങോട്ട് വന്നേ? വിമല വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ഞാൻ ആരോ വിളിച്ച പോലെ തോന്നിയത് കൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നേ. ഈ ഫോട്ടോ ഇത് ഞാനല്ല പൊട്ടിച്ചേ. വീണ് പൊട്ടിയ ഫോട്ടോ ഫ്രെയിമിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പുലമ്പുവാനായി തുടങ്ങി. സത്യമാണോ മോളെ നീ പറയുന്നേ? അവർക്ക് ആശ്ചര്യം തോന്നി. അവളുടെ പറച്ചിൽ കേട്ട് നിന്ന ഭദ്രൻ പതിയെ ഫോട്ടോ തൂക്കിയിട്ടിരിക്കുന്ന ചുമരിലേക്ക് നോട്ടം പായിച്ചു. അവിടെ കണ്ട കാഴ്ചയിൽ തണുത്തുറഞ്ഞ അവനിലെ ദേഷ്യം വീണ്ടും കുഴി മാന്തി പുറത്തേക്ക് വന്നു. കാരണം ചുമരിൽ തറച്ചിരിക്കുന്ന ആ വലിയ ആണിക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലായിരുന്നു. തറയിൽ വീണ് കിടക്കുന്ന ഫ്രെയിമിൽ തൂക്കുന്ന കൊളുത്തിനും ലെവലേശം പോലും കേടുപാടുകൾ പറ്റിയിട്ടും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും ഊരിയെടുത്ത് തറയിലേക്ക് എറിഞ്ഞുവെങ്കിൽ മാത്രമേ അത് താഴെ വീണ് പൊട്ടുകയുള്ളൂ. നീ എടുത്തെറിഞ്ഞു പൊട്ടിച്ചില്ലെങ്കിൽ പിന്നെ ഇതും സ്വയമേ വന്ന് താഴേക്ക് വീഴുവോ? അവൻ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് കോപത്തെ നിയന്ത്രിച്ചുകൊണ്ടാണ് ചോദിച്ചത്. അവൻ്റെ ദേഷ്യത്തോടെയുള്ള ചോദ്യം കേട്ട് പെണ്ണ് വീണ്ടും വിറച്ചുകൊണ്ട് വിമലയുടെ അരികിലേക്ക് ഒന്നും കൂടി ചേർന്നിരുന്നു. ഞാനല്ല, അതെൻ്റെ മുന്നിൽ വന്ന് തന്നെ വീഴുമായിരുന്നു. അവൾ പതിയെങ്കിലും കട്ടായം പറഞ്ഞു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. പിന്നെ ഇതിനകത്ത് പല അമാനുഷിക ശക്തികളെ ഇടയ്ക്കൊക്കെ വന്നും പോയിന്നും ഇരിക്കും. അതൊന്നും ആരും മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. പിന്നെ കമൻറ്റ് ബോക്സിൽ കുറച്ച് പേരുടെ കമൻറ്റ് കണ്ടു. വിമലയുടെ സ്വന്തം അനിയനെ പോലെയല്ലേ ഭദ്രൻ എന്നുള്ളത്. അപ്പോൾ പാർവതിക്ക് ഭദ്രൻ അമ്മാവനായിട്ട് വരില്ലേ? അമ്മാവൻ്റെ സ്ഥാനം അല്ലേ എന്നുള്ളത്. ഇവിടെ ഞാൻ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, വിമല ഭദ്രനെ തൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് കണ്ടിരുന്നത്. പക്ഷെ അവർ രണ്ടും ഒരേ കുടുംബത്തിലെ അല്ല കേട്ടോ. അതുപോലെ തന്നെ ഭദ്രനും പാർവതിക്കും തമ്മിൽ വെറും 11 വർഷത്തെ പ്രായം മാത്രമേ, പ്രായവ്യത്യാസവും ഉണ്ട് കേട്ടോ. അതും ഒന്ന് നോട്ട് ചെയ്തോണം.